ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്കാലപ്പ് നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നൊന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. താഴേക്ക് ലെങ്ത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഞാനൊരു 6.5 ഇഞ്ച് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. കാരണം 1/2 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ അടിച്ച് അത് കുറയും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു 6.5 ഇഞ്ചിൽ നെക്ക് മാർക്ക് ചെയ്യണത്. അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിന് ശേഷം അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇനി നമ്മൾ സ്കാലപ്പ് വരയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാൻവാസിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മളൊരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതവിടെ ഒരു 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ഒരു എന്തിനേലും ഒരു മൂടിയോ എന്താണ് നമുക്ക് കയ്യിൽ കിട്ടണത് അത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അതായത് ഈ 3/4 ഇഞ്ചിൻ്റെ മുകളിലേക്ക് പോവാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കണത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വരച്ച് വെച്ച് കൊടുത്തുനിന്ന് ഒരു 3/4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. അതിനുശേഷം നമ്മൾ ഈ പോയിന്റുകളൊന്ന് ചേർത്ത് വരയ്ക്കുക. ഇനി നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ ഒന്ന് മടക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നെക്ക് തുടങ്ങുന്നത്. അവിടേക്കായിട്ട് ഹാഫായിട്ട് മടക്കിയിട്ട് ഈ ഒരു ലൈനിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അതിന് ശേഷം ഇനി നമ്മളിത് നിവർത്തി വെച്ചിട്ട് ഫുള്ളായിട്ട് വരച്ചെടുക്കുകയാണ്. നമ്മളത് താഴത്തെ ഈ ഒരു ലൈൻ വരച്ചില്ല, അതിൽ വെച്ചിട്ടാണ് നമ്മൾ സ്കാലപ്പ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്കിതിനി നമ്മളിപ്പോൾ 3/4 ഇഞ്ച് കൊടുത്തത് 1 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ എത്ര ഇഞ്ചിൽ വേണമെങ്കിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു 1/2 ഇഞ്ച് വരെ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണേക്കാട്ടി മുന്നേ നമ്മൾ ഇതിലൊന്ന് പിന്ന് കുത്തി കൊടുക്കാം. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാണ്ടിരിക്കുക. പിന്നുകൾ കുത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഇവിടം വരെയാണ് കട്ട് ചെയ്യണുള്ളൂ. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഒട്ടും തിരക്ക് കൂട്ടാതെ സാവകാശം കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളത് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്കാലപ്പ് നെക്ക്. ഇനി നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഗ്ലേസിങ്ങുള്ള ഭാഗം ഒരു ക്ലോത്തിൽ വെച്ചിട്ട് നന്നായി അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ചുറ്റും ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വിട്ടതിന് ശേഷം ഫുള്ളായി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി ഒന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ആദ്യം ലൈനിങ് ക്ലോത്ത് ഇടുക. അതിൻ്റെ മുകളിൽ നല്ല ക്ലോത്ത് വിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കുക, ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ. അത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. അതുപോലെ ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മളൊന്ന് മാർക്ക് ചെയ്യാണ്. ഇനി ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ നിന്ന് സെൻറ്ററിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് പിൻ കുത്തിയിട്ട് അതിനൊന്ന്
ഉറപ്പിച്ചതിന് ശേഷം നെക്ക് അടിച്ചു കൊടുക്കുക. അതിന് മുൻപ് നമ്മൾ ഈ 1/2 ഇഞ്ച് വിട്ടത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് വിട്ടതൊന്ന് മടക്കി അടിക്കുകയാണ്. ഇനി നമ്മളിത് ഈ ഒരു ക്യാൻവാസിൻ്റെയും ചുരിദാറിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു സെൻറ്ററിൽ നോച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒരുമിച്ച് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുകയാണ്. ഏറ്റവും മുകളിൽ നമ്മൾ നേരെയാണ് അടിക്കണത്, കാരണം അത് ഷോൾഡർ അടിച്ചു പോകാനുള്ള ഭാഗമാണ്. അതിന് ശേഷം നമ്മളിത് വളരെ സാവകാശം ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ അടിച്ചു പോരുകയാണ്. ഈ കർവ് വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ നീഡിലിനെ അവിടെ കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫുട്ട് പൊന്തിച്ചതിന് ശേഷം വേണം അടിക്കാൻ. അങ്ങനെ അതാ നമ്മൾ ഫുള്ളായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കർവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് അത് മറിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡ് കട്ടാവാതെ വേണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ. എല്ലാ ഭാഗവും നമ്മളിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മളിനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അറ്റം ഇങ്ങനെ കൂർത്ത രീതിയിലുള്ള പെൻസിലോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിന് കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രഷിൻ്റെ ബാക്ക് പാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണത്. നമ്മളിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം അതിനെ കറക്റ്റായി വെച്ചിട്ടൊന്ന് നന്നായി അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ നമ്മുടെ സ്കാലപ്പ് നെക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് ബാക്കിൽ നിൽക്കണ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിൽ മാത്രമായിട്ട് അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്തിലും കൂടെ അതിൻ്റെ ത്രെഡ് കാണുമല്ലോ. ലൈനിങ് ക്ലോത്തിൽ അടിച്ചിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതേ നമ്മുടെ സ്കാലപ്പ് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും കൂടെ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ കുറച്ച് കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത്. ആൻറ്റീക്കിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് സീക്വൻസ്, പിന്നെ ഒരു റെഡ് കളറ് ക്യൂബ് ബീഡ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നീഡിൽ ഏറ്റവും തിന്നായിട്ടുള്ള നീഡിലാണ്, കുറച്ച് ലെങ്ത് ഉള്ള ഒരു നീഡിൽ. അതിനുശേഷം നമ്മൾ നോർമൽ സീം ത്രെഡ് എടുക്കുക, എന്നിട്ട് 2 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഓരോ ബീഡായിട്ട് എടുത്തിട്ട് തുന്നി കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക, ശേഷം ഒരു ബീഡ് കോർത്തിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ കുത്തണ നീഡിൽ കുത്തിയെടുക്കണത് ഒരു ബീഡിൻ്റെ ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ്. എന്നിട്ട് ബീഡ് കോർത്തതിന് ശേഷം ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യണത്. ഈ ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റിൽ ഞാൻ കുറച്ച് നെക്ക് ഡിസൈൻസിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നുക വെച്ചാൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ഇതേ ഈ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പിൽ ഫുള്ളായിട്ട് ഈ ഒരു ആൻറ്റീക്ക് കട്ട് ബീഡ് തുന്നി കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ ഒരു കർവ് വരുന്ന പോയിൻറ്റും അതുപോലെ ആ സ്കാലപ്പിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരുന്നില്ല, അവിടെ നമ്മൾ ഈ ഒരു ക്യൂബ് ബീഡ് എടുത്തിട്ട് ഒരു 3 എണ്ണം വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിയിൽ തുന്നി കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു സീക്വൻസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ എന്ന് പറയാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു നെക്ക് ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ.